ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഉപ്പാക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനോട് ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ, നിങ്ങൾക്ക് ബീഫ് ബിരിയാണിക്ക് പൂതിയുണ്ടോ ചോദിച്ചപ്പോൾ കിട്ടിയാത്തൊന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. അന്ന് പിന്നെ ഉപ്പാക്ക് അസുഖമൊക്കെ കൂടുതലായി ഹോസ്പിറ്റലിൽ ശനിയാഴ്ച നമ്മൾ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടുമില്ല. പിന്നെ ഉപ്പാക്ക് ഒന്ന് കുറവായിട്ട് വേണം ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചതേന് കേട്ടോ. അപ്പോൾ ഇന്നലെ അങ്ങനെ ബീഫ് ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ പോയി ബീഫൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു 2.5 കിലോ ബീഫുണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ ഇതിന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 കിലോ ബീഫും 1.5 കിലോ റൈസുമാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അത് പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാമല്ലോ. അങ്ങനെ ഇനി ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കട്ട് ചെയ്ത് വാങ്ങിച്ചതുകൊണ്ട് പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കൂട്ടോ, ചിലപ്പോൾ ചില പീസൊക്കെ ഉണ്ടാവും വലുത് കട്ട് ചെയ്യാനുള്ളതൊക്കെ. അപ്പോൾ ഇന്നത്തെ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഒക്കെ കട്ട് ചെയ്ത് ആ ലെവൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് കഴുകി വെള്ളം ചോരാനായിട്ട് വെക്കണം ആദ്യം. പിന്നെ ഇതിലേക്ക് വേണ്ട സവാള, തക്കാളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി എടുക്കും വേണം. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേന് ഇതിലത്തെ വെള്ളമൊക്കെ ചോർന്ന് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴുകി ഓട്ടപാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്, അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്കുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ 2 കിലോ ബീഫിക്കുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ റൈസ് വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്താണ്ട് ചേർക്കുമല്ലോ, അപ്പോൾ അതിനും കൂടെയൊക്കെ കണ്ടിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 12 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. നല്ല വലിപ്പമൊന്നുമില്ല, ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ്. അപ്പോൾ അത് 12ഉം ഇതേപോലെ തൊലി കളഞ്ഞ് കഴുകി വാഴൻ്റെലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 15 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കയ്യിൽ പേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ മല്ലിയിലയും പുതിനയിലയും കുറച്ച് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കക്കരിയൊക്കെ നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാനാണ് കേട്ടോ. കക്കരിയും ക്യാരറ്റ് റൈസക്കും വേണം. അപ്പോൾ എല്ലാം ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്, ഒക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി വേഗം സവാള ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. ഈ സ്ലൈസർ ഉണ്ടാകുമ്പോൾ എളുപ്പമാണ് കേട്ടോ. സവാള നല്ല നൈസായിട്ട് തന്നെ കിട്ടും. കത്തിയും കൊണ്ട് അരിയാൻ നിന്നാൽ കട്ടിയേക്കാരം, അതേപോലെ എളുപ്പത്തിലാണ് കഴിഞ്ഞും കിട്ടൂല. അപ്പോൾ സ്ലൈസറുമ്മ വെച്ചാണ് സ്ലൈസ് ചെയ്തെടുത്തു. പിന്നെ പച്ചമുളക് ചതച്ചെടുത്ത് ഇനിയിപ്പോൾ നാരങ്ങ നീര് ഒരു ബൗൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെക്കുമ്പോഴത്തേന് നമ്മൾ പിന്നെ ബീഫ് കഴുകി വെച്ചിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ചോർന്ന് റെഡി ആയിട്ടുണ്ടാവും. അപ്പം ഞാൻ ബീഫ് വേവിക്കാതെ ബിരിയാണി ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി ഉപ്പാക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഉപ്പാക്ക് നല്ലോണം വേവണം കേട്ടോ. ബീഫാണെങ്കിലും റൈസാണെങ്കിലും ഒക്കെ നല്ലോണം വേവണം. അപ്പോൾ വെന്താലുള്ള ഇപ്പോൾ കഴിക്കുകയും ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ വേവാത്ത പേടി ഉണ്ടാവില്ല വേവിച്ചിട്ട് വെക്കുമ്പോൾ. പിന്നെ അല്ലാതെ നമ്മൾ പച്ചക്ക് ബീഫ് ദമ്മിട്ട് വെക്കാം, എന്നാലും വേവൊക്കെ ചെയ്യും. പക്ഷേ കുറച്ച് സമയം മസാല കൂട്ടി വെക്കണം. കുറച്ച് ഒരു 2 മണിക്കൂറെങ്കിലും മസാല കൂട്ടി വെക്കുകയാണെങ്കിൽ നമ്മൾ സാധാ ബീഫ് വേവിക്കാതെ അങ്ങനെ മസാലയിൽ ഇട്ടാണ്ട് ദം ചെയ്തെടുക്കുകയാണെങ്കിലും ബീഫ് നല്ലോണം വെന്ത് കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണി കണ്ടിട്ടില്ല ഓല് ചെമ്പ് പിന്നെ നല്ല കട്ടിയുള്ള ചെമ്പാവും, നല്ല കനലും ഉണ്ടാവും അടുപ്പിൽ. അപ്പോൾ ഞാനൊരു പരീക്ഷണത്തിന് നിൽക്കാതെ കുക്കർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടാണ്ട് നല്ലോണം കുഴച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ. അപ്പോൾ ആ ഒരു സമയം വെറുതെ നിൽക്കണ്ടല്ലോ, നമുക്ക് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിലേക്കുള്ള സവാളയൊക്കെ കട്ട് ചെയ്ത് അതേപോലെ കക്കരിയും പിന്നെ ക്യാരറ്റും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് തൈര് ഇട്ടാണ്ട് അതവിടെ കൂട്ടി വെക്കാം. അപ്പം ഇന്ന് ഞങ്ങളും ഫുഡ് കഴിക്കണത് തറവാട്ടിൽ നിന്നാണെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഫുഡൊക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ട് ഫുഡും കൊണ്ട് അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കണത്. ഉപ്പാക്കാണെങ്കിൽ നേരത്തെ കഴിക്കണം, ഒരു 12-12:30 ആകുമ്പോഴത്തേന് ഉപ്പാക്ക് ഫുഡ് കഴിക്കും വേണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ബിരിയാണിയൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാലഡ്ക്ക് കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇത് മിക്സ് ചെയ്ത് ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ അടച്ചു വെക്കാം. അങ്ങനെ അതായി. പിന്നെ പോയിട്ട് ഞാൻ അടുപ്പൊക്കെ കത്തിച്ച് വിറകടുപ്പിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അടുപ്പ് കാറ്ററിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു അടുപ്പത്താണ് കേട്ടോ കുക്കിങ്ങൊക്കെ.
ബിരിയാണി നമ്മൾ ഗ്യാസുമ്മ ഉണ്ടാക്കണക്കാട്ടിലും ടേസ്റ്റ് വിറകടുപ്പുമ്മ ഉണ്ടാക്കുമ്പോഴാണ്. എന്താ നല്ല കനലൊക്കെ ചെന്ന് ദമ്മൊക്കെ കയറുമ്പം നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി കിട്ടും. അങ്ങനെ ഇതാ അടുപ്പ് ഞാൻ കത്തിച്ചെടുക്കണം. അടുപ്പ് കത്താനും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എളുപ്പം കത്തും. പിന്നെ ഇപ്പോൾ മഴയാണല്ലേ, ഇപ്പോൾ മഴക്കാലമൊന്നും അല്ലല്ലോ, എന്നാലും മഴ ഉണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ മഴ? നമ്മളവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ കുറച്ച് വെണ്ണീർ ഇട്ടിട്ട് അതിൻ്റെ മേലെ കൂടെ കുറച്ച് എന്താ പറയുക മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന്. അതുകൊണ്ടാണ് എളുപ്പം കത്തിയത്. എന്നിട്ട് പേപ്പർ കത്തിച്ചിട്ട് കൊടുത്തു. അങ്ങനെ അടുപ്പൊക്കെ കത്തി എന്താ ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ചെമ്പാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെമ്പ് നമുക്കുണ്ട്, അത് ആ വട്ടല്ലാത്ത ചെമ്പില്ലേ, ഇങ്ങനെ കലം പോലെയുള്ള ചെമ്പ്, അങ്ങനത്തെ ചെമ്പാണ് കേട്ടോ. അപ്പോൾ അതിൽ ബിരിയാണി ഉണ്ടാക്കണത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ വട്ടച്ചെമ്പാകുമ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതേപോലെ ദമ്മിടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ചെമ്പൊക്കെ ചൂടായി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. സവാള ഇട്ട് ഉപ്പിട്ട് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വഴക്കിയെടുക്കണം കേട്ടോ, എന്നാലുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ പച്ചക്ക് ഇട്ടാണ്ട് ബീഫിൻ്റെ കൂടെ അങ്ങനെ വേവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതേപോലെ പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ടായിന് അതും ഇട്ട് കൊടുത്തു. പച്ചമുളകൊക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാനിവിടെ ഒരു 15 പച്ചമുളക് കേട്ടോ ഈ ഒരു 2 കിലോ ബീഫൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കലില്ല. അപ്പോൾ ഇന്ന് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്, അത് മസാലയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടുക പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ്. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുമല്ലോ, അപ്പോൾ ആ ഒരു എരിവ് തന്നെ മതി. അത്യാവശ്യം കുറച്ച് പാകത്തിന് എരിവ് പാകത്തിന് പച്ചമുളക് ഇട്ടാൽ മതി. അപ്പം എന്താ ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കട്ടെ, തക്കാളി ഒന്ന് വെന്ത് വരണ്ടേ. അപ്പോൾ ഇതാ ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിയിലയും പുതിനയിലയും അതും ഇട്ട് കൊടുത്തു. ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ബീഫ് ബിരിയാണി ആയതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ബിരിയാണി മസാല, വലിയ ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് പൊടികളെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തു. പിന്നെ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തൈര് നമുക്ക് ഇപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക, പിന്നെ പുളിയൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ 2 ചെറുനാരങ്ങ പിഴിഞ്ഞ് നീര് എടുത്ത് വെച്ചിട്ടുണ്ടേനും, അപ്പോൾ അതിന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് റൈസ് വേവിക്കുമ്പോൾ ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒക്കെ ചേർത്ത് കൊടുത്തതാ. അപ്പം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ആയിക്കാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെള്ളം എന്താ നമുക്ക് ദം ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഇതേപോലെ വെള്ളമൊന്നും ഇല്ലെങ്കിൽ ഒരു 2 ഗ്ലാസ് ചൂടുള്ള വെള്ളം 2-3 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കലുണ്ട്. അപ്പോൾ അത് ഒഴിക്കണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ബീഫ് വേവിച്ച ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അതിക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ടേനെ, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ പുളിയും കുറച്ച് കുറവുണ്ടേനെ, അപ്പോൾ കുറച്ചും കൂടെ തൈര് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതാ ഒരു വലിയൊരു സ്പൂണ് RKG നെയ്യും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഈ നെയ്യ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മസാലക്ക്. പിന്നെ കുറച്ചും കൂടെ ബിരിയാണി മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി മസാല ശരിക്കും ഞാൻ വീട്ടിൽ പൊടിച്ചെടുക്കലാണ്. അപ്പോൾ ഇതിപ്പോൾ പാക്കറ്റ് മസാലയാണ് കേട്ടോ, നമ്മൾ ഹോം ഷോപ്പിലുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പം എന്താ കുറച്ച് വീട്ടിലത്തേതാവുമ്പോൾ കുറച്ച് ചേർത്താൽ തന്നെ അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ പാക്കറ്റ് പൊടി ആകുമ്പോൾ അത്രക്കാണ്ട് സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തു. അതേപോലെ നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തതും കൂടെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് നേരത്തെ നമ്മൾ ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ മസാല ആയിട്ടുണ്ട്. അപ്പോൾ അത് അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ച് ഇനിയിപ്പോൾ റൈസ് വേവിക്കണം. അപ്പോൾ അതിനുള്ള വെള്ളം ഞാനൊരു കലത്തിലാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കും തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ഏലക്ക, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കുറേശ്ശെ അതും ചേർത്ത് കൊടുക്കുക. പിന്നെ മല്ലിയിലൊക്കെ കട്ട് ചെയ്തതുണ്ടെങ്കിൽ അതും, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കുറേശ്ശെ അതുമൊക്കെ ഈ വെള്ളത്തേക്ക് ചേർത്ത് കൊടുത്താൽ റൈസിനും തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പം എന്താ കയ്യിലുള്ളതൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ, നിർബന്ധമൊന്നുമില്ല, വെറുതെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ്. ഏലക്കായൊക്കെ ഈ വെള്ളത്തിൽ കിടന്ന് തിളക്കുമ്പം ആ വെള്ളത്തിന് അതിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ മസാല സെറ്റ് ആയിക്കണം കേട്ടോ, നല്ല ടേസ്റ്റുമാണ് മസാലക്ക്. അതേപോലെ ബീഫൊക്കെ അത്യാവശ്യം വെന്തും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് വേവാനുള്ളൂ. എന്താ ഒരു 3/4 വേവോളം ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ അരിയൊക്കെ ഒന്ന് കഴുകി വെക്കാം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എടുത്തിട്ടുള്ള അരി ബിരിയാണി ഉണ്ടാക്കൽ ചിലപ്പോൾ ഞാൻ കൈമ റൈസാണ് എടുക്കൽ. ഇന്നിപ്പോൾ ഞാൻ ജോക്കർ എന്നാട്ടോ ഈ അരിൻ്റെ പേര്.
ഇതും ബിരിയാണി ഉണ്ടാക്കാൻ നല്ല അരി തന്നെയാണ്. പിന്നെ ഇത് ഞാൻ തിളപ്പിച്ചൂറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിലപ്പം വറ്റിച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കൽ. വറ്റിച്ചുണ്ടാക്കിയാലേ ചെറിയൊരു ബലം ഉണ്ടാവും ചോറിന്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഉപ്പാക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. അപ്പോൾ ഉപ്പാൻ്റെ ഇഷ്ടത്തിനായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ തിളപ്പിച്ചൂറ്റിയാൽ അങ്ങനത്തെ ബിരിയാണിയാണ് ഉപ്പാക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്ക് അരിയൊക്കെ കഴുകി തിളപ്പിച്ചൂറ്റിയാണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം തിളക്കണ്ട, വെള്ളം തിളച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ എന്താ റൈസൊക്കെയുള്ള ആ ഒരു സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതുണ്ടല്ലോ, അത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അർക്കേജിൻ്റെ നെയ്യ് ഒരു ചട്ടിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പിൻ്റെ അടുത്തില്ലേനി കേട്ടോ, അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടില്ല ഞാൻ. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടാലും ചോറിന് കുട്ടികളതെടുത്ത് കളയലാണ്. അപ്പോൾ വീട്ടിലത്തെ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ പിന്നെ അങ്ങനെ ഇല്ലെങ്കിലും എന്താ നിർബന്ധമായിട്ട് ചേർക്കലൊന്നുമില്ല കേട്ടോ, ഉള്ളത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പുറത്തേക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിന്നെ അതൊക്കെ അത്യാവശ്യം നല്ലോണം ഇട്ടുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ സവാളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ മുന്തിരി മാത്രമേ ഉള്ളൂ, ഇനി അതും അതിക്ക് ഇട്ട് കൊടുത്ത് അതും വറുത്ത് കോരി ഒരു പാത്രത്തേക്ക് ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കുക. അരി നമ്മൾ കഴുകി വെച്ചതാണല്ലോ. അരി ഇങ്ങനെ തിളപ്പിച്ചൂറ്റുമ്പോൾ വട്ടമുള്ള ചെമ്പുണ്ടെങ്കിൽ അത് എടുക്കാൻ നല്ലത്. എനിക്ക് ചെമ്പില്ലായിട്ടല്ല കേട്ടോ, എൻ്റെ ചെമ്പ് കുറച്ച് വലിയ അലാക്കിൻ്റെ ഒരു ചെമ്പാണ്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് അരിയല്ലേ ഉള്ളൂ, എന്താ 1.5 കിലോന് അരിയുള്ളൂ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഈ കലത്തിൽ തന്നെയാണ് വെക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. 1.5 കിലോന് 2 കിലോൻ്റെ അടുത്തുണ്ട് കേട്ടോ അരി. ശരിക്കും നോക്കിയിട്ടില്ല. നമ്മൾ അരി കുറച്ച് അധികമൊക്കെ ഇതേപോലെ ഇങ്ങനെ വാങ്ങി വെക്കും. പിന്നെ ഇന്ന് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ എടുക്കലാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ കാറ്ററിംഗ് ഒക്കെ ഉണ്ടായിട്ട് കുറേ ആയിട്ടുണ്ട്. കാറ്ററിംഗ് ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ കൈമ റൈസാണ് അധികം യൂസ് ചെയ്യൽ. അത് പിന്നെ ഞാൻ അധികം വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കൽ. അത് തിളപ്പിച്ചൂറ്റാൻ നിന്നാലേ എളുപ്പം വേവ് ഏറിപ്പോവും. അപ്പോൾ അതൊരു പേടിയാണ്. അപ്പോൾ വറ്റിച്ച കൊണ്ടാണ് കേട്ടോ അത് അങ്ങനത്തെ ആ അരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെയ്യൽ. അപ്പോൾ അരി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാനൊരു വാഴൻ്റെ ഇലൻ്റെ പീസ് വെച്ച് കൊടുത്തിക്കണം കേട്ടോ. അതിപ്പോൾ അങ്ങനെ ചെയ്യലില്ല ഞാൻ, എന്നാലും ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതാപ്പോൾ ഇത് ഊറ്റാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റത്തെ ട്രിപ്പ് കുറച്ച് തിളപ്പിച്ചൂറ്റുന്ന സമയത്ത് കുറച്ച് വേവ് പതുക്കാവുമ്പോൾ തന്നെ ഊറ്റിയിടണം, എന്നാലുള്ളൂ പാകത്തതിൽ കിട്ടുക. ഞാൻ വെള്ളം തിളപ്പിച്ചപ്പോൾ അതിക്ക് ഇട്ട് കൊടുക്കണം വിചാരിച്ച് വെച്ചതേനി കേട്ടോ. ഈ എന്താ ആ പച്ച ഇല ഉണ്ടല്ലോ, ഓല ഉണ്ടല്ലോ, അത് നെയ്ച്ചോർക്കും ബിരിയാണിക്കൊക്കെ ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലാണല്ലോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഊറ്റാനായിട്ടുണ്ട്. അപ്പോൾ അതാ വേഗം ഊറ്റിയെടുക്കുന്നുണ്ട്. തിളപ്പിച്ചൂറ്റുമ്പോൾ വേവ് പാകാവണം, അല്ലെങ്കിൽ ബിരിയാണി കൊളാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാകത്ത് വേവിനായിട്ട് ഫസ്റ്റത്തെ ട്രിപ്പ് അങ്ങനെ ഊറ്റണം. പിന്നെ നമ്മളത് അതിക്ക് ഇട്ട് കൊടുത്തിട്ടല്ലേ ബാക്കിയുള്ളത് ഊറ്റുള്ളൂ. അപ്പോൾ തന്നെ പിന്നെ ആ വെള്ളത്തിൽ കടന്നിട്ട് എന്താ മറ്റേ റൈസ്, അതിലുള്ള റൈസ് പിന്നെ വേവ് കൂടുതലാവും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അപ്പോൾ വേഗം അതതിക്ക് ഇട്ട് കൊടുത്തു. ഇതാ ബാക്കിയുള്ളത് ഊറ്റാൻ മഞ്ചുമോളാക്കിയിട്ടുണ്ട് കേട്ടോ, ഓൾ ഊറ്റുന്നുണ്ട്. പിന്നെ അതിക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പില്ല മുന്തിരിയും ഒക്കെ ഉണ്ടല്ലോ, അതും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ അത് ഫ്രൈ ചെയ്ത സൺഫ്ലവർ ഓയിലും നെയ്യൊക്കെ ഉണ്ടായിന്, നെയ്യ് ഉരുക്കിയതൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതുമൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് ബിരിയാണി മസാലയും കൂടെ അതിൻ്റെ മേലെ കൂടെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇനി ബിരിയാണിക്ക് നല്ല മഞ്ഞ കളറൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് മഞ്ഞൾ കലക്കിയാണ്ട് ഇതിലേക്ക് ചേർക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല, കാരണം നമ്മൾ മസാലയിൽ തന്നെ എന്താ പറയുക, മസാലയിൽ തന്നെ റൈസിക്ക് ഇറങ്ങി വരും ആ കളറും കാര്യങ്ങളൊക്കെ. ഞാൻ എന്താ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്തിക്കണമല്ലോ മസാലയ്ക്ക്, അതുകൊണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം വരില്ല. അങ്ങനെ ഇതാ 2 ലെയറായിട്ട് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അലുമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ മൈദ വെച്ചിട്ട് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ബീഫും അത്യാവശ്യം വെന്തിട്ടുണ്ട്, റൈസും തന്നെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ദമ്മ് കയറിയാൽ മാത്രം മതി. അപ്പോൾ വേവേറും എന്താ മൈദയൊക്കെ വെച്ച് ഒട്ടിച്ച് കുറേ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് 2-3 ചിരട്ട ഇട്ടിട്ടൊന്ന് പാളിപ്പിച്ച് കത്തിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു വെയിറ്റും വെച്ച് കൊടുത്തു. അപ്പം 1 മണിക്കൂർ കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ. ബീഫ് വേവിച്ചതാണ്, പിന്നെ അരിയും തന്നെ തിളപ്പിച്ചൂറ്റി അങ്ങനെയല്ല ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു അരമണിക്കൂർ, ശരിക്കും അരമണിക്കൂറായിട്ടില്ല, ഒരു 20 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ അത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട്. അങ്ങനെ 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് പൊട്ടിച്ചു കേട്ടോ. ആവി നല്ലോണം പോകുന്നുണ്ട്. ആവി നല്ലോണം കയറിയിട്ട് വേണം തീയൊക്കെ കെടുത്തി വെക്കാൻ കേട്ടോ.
അപ്പോൾ ദമ്മ് നല്ല ഉഷാറായിട്ട് തന്നെ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് തന്നെ ദമ്മൊക്കെ പൊട്ടിച്ച് ദമ്മ് പൊട്ടിച്ചിക്കണ്. ഇനിയിപ്പോൾ ചെമ്പിലാക്കിയിട്ട് ഇവിടുന്ന് അങ്ങനെ അകത്തേക്കാണ് കൊണ്ടുപോവാം. അപ്പോൾ ഞാനിന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെന്ന് തന്നെ ഉള്ളൂ കേട്ടോ. അന്നൊരു സുഖമില്ലാത്തൊരു ദിവസത്തേനും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ചോറൊക്കെ കൊണ്ട് വീട്ടിൽ പോയി എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഉപ്പാൻ്റെ അടുത്ത് കൊണ്ടുപോയി ഉമ്മാനോട് അന്ന് ചോറ് വെക്കണ്ട ഞാൻ കൊണ്ടുവരണ്ട് എന്നൊക്കെ പറഞ്ഞതാട്ടോ. അങ്ങനെ ചോറൊക്കെ കൊണ്ടുപോയപ്പോൾ ഉപ്പ ഓക്സിജൻ വെച്ച് ഇരിക്കണതാണ് കണ്ടത്. അപ്പോൾ ഉപ്പാക്ക് ഇന്ന് ശ്വാസം മുട്ടലൊക്കെ കൂടുതലായി. എന്തൊക്കെയോ ഒരു അസ്വസ്ഥത, അരൻ്റെ താഴേക്ക് ആയിട്ട് നല്ല തണുപ്പും അവിടുന്ന് ഇങ്ങോട്ട് മേലേക്ക് തലൻ്റെ ഭാഗം വരെ നല്ല ചൂടും ഞാൻ തൊട്ട് നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ പിന്നെ പാലിറ്റീവ്ക്ക് വിളിച്ചായിരുന്നു. അപ്പോൾ ഒരു വന്ന് ട്രിപ്പൊക്കെ ഇട്ട് ഇഞ്ചക്ഷനൊക്കെ വെച്ച് അങ്ങനെ പിന്നെ ഇന്നലെ അവിടെ തന്നെ കേട്ടോ, വീട്ടിൽ തന്നെ പിന്നെ ഉപ്പാക്കൊന്ന് സുഖമായിട്ടാണ് എല്ലാവരും ചോറൊക്കെ തിന്നത്. പിന്നെ ഉപ്പ ഞാനിത് ഉണ്ടാക്കിയില്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ വാരി കൊടുത്തു. ഒരു ഉരുള ചോറ് തിന്നു, അത്രേ തിന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ ഒരു ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇന്നലെ ഞായറാഴ്ചയല്ലേ, എല്ലാവരും ഉണ്ടാവുമല്ലോ, കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ ബിരിയാണിയൊക്കെ നല്ല ബിരിയാണി ഇനി, പക്ഷേ ഇങ്ങനെയൊക്കെ ഇനി കേട്ടോ അവസ്ഥ. പിന്നെ മിഞ്ഞാന്ന് ഇതേപോലെ നാത്തും നെയ്ച്ചോറൊക്കെ വെച്ച് കൊണ്ടുവന്നിനി. അപ്പം അന്ന് ചോറ് കഴിച്ചപ്പോൾ ഉപ്പ പറഞ്ഞിനി എന്നും ഇതേപോലത്തെ ചോറാണെങ്കിൽ വായക്ക് നല്ല രുചിയാണ്, അപ്പം അങ്ങനെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിനി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കി ഞങ്ങൾ കഴിക്കുമോ വെച്ചപ്പോൾ കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. അങ്ങനെ എന്തായാലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ പാത്രത്തിലാക്കി അതൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നത്തെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും ഇപ്പോൾ കുറവായിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ട്രിപ്പൊക്കെ ഇട്ടതുകൊണ്ട് അപ്പം ഇന്ന് ക്ഷീണമൊന്നുമില്ല. ഇന്നിപ്പോൾ രാവിലെയാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ നല്ല കുറവാവും, ചില ദിവസങ്ങളിൽ അസുഖം കൂടുതലാവും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോണത്. അപ്പോൾ എന്തായാലും എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.